മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണിത്. ഈ ഭൗതിക ലോകത്തിലെ സുഖഭോഗങ്ങളെ ആസ്വദിക്കലാണോ അതോ ആത്മാവിനെ ഉയർത്തലാണോ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്? യഥാർത്ഥത്തിൽ രണ്ടും ഒരേ നാണയത്തിൻ്റെ വശങ്ങളാണ്. ഈ ഭൗതിക ലോകത്തിലെ അനുഭവങ്ങളെ ജ്ഞാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ആത്മീയത അനുഭവിക്കുന്നത്, ആത്മീയ തലത്തിലേക്ക് ആത്മാവിനെ ഉയർത്തുന്നതും. ഈ പ്രപഞ്ചം ഒരു പാഠശാലയാണ്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്നത്. സങ്കടം, സന്തോഷം, വിരഹം, വേദന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ ആ ജീവിതത്തെ നമ്മൾ പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ആത്മാവിനെ ഉയർത്താനുള്ള മാർഗം. ജീവിതത്തെയും ആത്മീയതയും ഒരേപോലെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകളോ ആരാധനാലയങ്ങളിൽ പോകുന്നതോ റിച്വൽസ്, ഒരു റിലീജിയസ് അല്ല. ആത്മീയത എന്നുള്ളത് അവനവനെ സ്വയം അറിയുക എന്നുള്ളതാണ്. നമ്മളെ നമ്മൾ അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾക്കതിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല. അതിന് കാരണം ആ യഥാർത്ഥ നമ്മളെ അറിയാൻ യഥാർത്ഥ നമ്മൾക്ക് മാത്രമേ കഴിയൂ. നമ്മൾക്കിപ്പോൾ ഉള്ളത് പഞ്ചേന്ദ്രിയങ്ങളും അതേപോലെ നമ്മളുടെ അറിവും ബുദ്ധിയും ഒക്കെയാണ്. ആ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾക്ക് യഥാർത്ഥ നമ്മളെ അറിയാനുള്ള കഴിവില്ല. ഇപ്പോൾ നമ്മളുടെ കണ്ണിനെ നമുക്ക് ഒരു ഉദാഹരണത്തിന് നമുക്ക് കണ്ണാടി ഉപയോഗിച്ച് നമുക്ക് കാണാം. പക്ഷേ ആ കാഴ്ചയുടെ അനുഭവത്തെ കണ്ണിൻ്റെ കാഴ്ചയുടെ അനുഭവത്തെ അനുഭവിച്ച് തന്നെയല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും അതിനെ കാണാൻ സാധിക്കുമോ? ആ പവറിനെ, കണ്ണിനെ കാഴ്ച തരുന്ന ആ പവറിനെ, ആ ശക്തിയെ നമുക്ക് അറിയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിന് നമ്മൾ അനുഭവിച്ച് തന്നെയാണ്, ആ കാഴ്ചയുടെ ശക്തി, പവർ എന്നുള്ളത് നമ്മൾ അനുഭവിച്ച് തന്നെയാണ് അറിയുന്നത്. അതേപോലെ തന്നെയാണ് യഥാർത്ഥ നമ്മൾ ആരാണ് എന്നുള്ളൊരു അന്വേഷണം ഈ ജീവിത അനുഭവങ്ങളിലൂടെ ആ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ജഡവസ്തുക്കളെ അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ജീവജാലങ്ങളെയോ ജീവനുള്ള മനുഷ്യരെയോ ഒന്നും നമ്മൾക്ക് അറിയേണ്ടത്, അനുഭവിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ജഡവസ്തുക്കളെ ഒരു പൂവിനെ നമുക്ക് അതിൻ്റെ കയ്യിലെടുത്ത് അതിൻ്റെ നിറം, മണം, ഗുണം ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ചെടീനെ നമുക്കതിനെ ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ജീവനുള്ളതിനെ നമുക്ക് ഹൃദയം കൊണ്ടാണ് അനുഭവിക്കേണ്ടത്. ആ ചൈതന്യത്തെ നമുക്ക് സ്പർശിച്ച് അറിയുന്നതിനേക്കാളും നമ്മൾ ഹൃദയം കൊണ്ടാണ് അറിയാൻ ശ്രമിക്കേണ്ടത്. ഹൃദയം കൊണ്ട് അറിയുമ്പോൾ അവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവില്ല, മനസ്സിൻ്റെ ചിന്തകൾ ഉണ്ടാവില്ല. അവിടെ ചിന്തകൾ ശൂന്യമായിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് ആ സാന്നിധ്യം, അതിൻ്റെ ചൈതന്യം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൻ്റെ അനാട്ടമിയെക്കുറിച്ച് നമ്മൾ അറിവിൻ്റെ ആ ഒരു അറിവോട് കൂടിയിട്ടാണ് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിൻ്റെ നിറം, ആകൃതി, വലിപ്പം, അതിൻ്റെ അനാട്ടമി, അതിൻ്റെ കെമിക്കൽ ഐറ്റംസ് ഇതൊക്കെ വെച്ചാണ് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും നമുക്കതിൻ്റെ പൂവിൻ്റെ ആ ചൈതന്യത്തെ കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഇൻഫർമേഷനായ ഡേറ്റയെ മാത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുള്ളൂ. ചൈതന്യം അപ്രത്യക്ഷമാകും. അപ്പോൾ ഒരു പൂവിനെ നമ്മളുടെ ആ ചൈതന്യത്തെ ഉണരണമെങ്കിൽ ഇൻഫർമേഷനായിട്ടുള്ള നമ്മളുടെ അറിവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കണം. അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിനെ നമുക്ക് അതിൻ്റെ ചൈതന്യം അപ്രത്യക്ഷമാകാതെ അറിയണമെങ്കിൽ നമ്മൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ
ചിന്തകളെ ശൂന്യമാക്കിക്കൊണ്ട് വേണം, അപ്പോൾ മാത്രമാണ് ആ ചൈതന്യത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പൂർവ്വകാല ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വ്യക്തികളെയും നമ്മൾ ജഡ്ജ് ചെയ്യും. ഓരോ വ്യക്തിയും ഇന്നതാണ്, നല്ലതാണ്, ചീത്തയാണ്, അദ്ദേഹം പണക്കാരനാണ്, അദ്ദേഹം പാവപ്പെട്ടവനാണ്, അദ്ദേഹം ഭംഗിയില്ലാത്തതാണ്, അദ്ദേഹം ഭംഗിയുള്ളതാണ്. അങ്ങനെ പല ജഡ്ജ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ആ വ്യക്തിയോട് അനുഭവിക്കുന്നതെങ്കിൽ, ആ വ്യക്തിയെ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ, ആ വ്യക്തിയുടെ ചൈതന്യം അവിടെ അപ്രത്യക്ഷമാകും. ആ വ്യക്തിയുടെ ഇൻഫർമേഷൻ മാത്രം അവിടെ ഉണ്ടാവും. ആ വ്യക്തിയുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൈൻഡ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് പലപ്പോഴും ആ ഒരു അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഈ ഡേറ്റകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവിസിബിളായിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻവിസിബിളാണ്, അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ ചൈതന്യം അപ്രത്യക്ഷമാകാതെ നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കണം. നമ്മളുടെ അറിവ് വെച്ചിട്ടാണ് നമ്മളതിനെ ശ്രദ്ധിക്കുന്നത് എങ്കിൽ അവിടെ ചൈതന്യം അപ്രത്യക്ഷമാകും, ഡേറ്റ മാത്രം ഉണ്ടാവുള്ളൂ. ഇത് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മളുടെ അറിവ് വെച്ചിട്ട്, അറിവുകളും ഒക്കെ വെച്ചിട്ട് നമ്മൾ അവരോട് ഇടപഴകുമ്പോൾ അവരുടെ ചൈതന്യം അപ്രത്യക്ഷമാകും. നമുക്ക് കാണാൻ കഴിയുക അവരുടെ ഡാറ്റ, ഇൻഫർമേഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പൂർണ്ണമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റിലായിരിക്കും, മൈൻഡിൽ തോട്ട്ലെസ് ആയിരിക്കും. ആ പ്രസൻറ്റ് അവരുടെ ബീയിങ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രസൻസ് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ പ്രസൻസ് അവർക്കും വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അനുഭവം എന്നുള്ളത് ഈ നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ. ഓർമ്മകൾ, അറിവ് ഒക്കെ അത് മനോതലത്തിലാണ് നിൽക്കുന്നത്. മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഉള്ളിലാണ് ആ മനസ്സ് എന്നുള്ളത്. മനസ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റുമാണുള്ളത്. ഇപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് ചുറ്റുമല്ലേ ഈ ഫിസിക്കൽ യൂണിവേഴ്സ് ഉള്ളത്, ഈ പ്രപഞ്ചം ഉള്ളത്. നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ മുമ്പിലും പ്രകൃതിയുണ്ട്, ചുറ്റിനും ബാക്കിലും മുകളിലും എല്ലാം ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മനോന്മയ കോശം നിൽക്കുന്ന ആ ഒരു പ്ലെയിനിൽ നിന്ന് പുറത്താണ് മനസ്സ് ഉള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ എന്നുള്ളത്, ഓരോ വ്യക്തിക്കും വേറെ വേറെ ചിന്തകളല്ലേ എന്നുള്ളത്, അവനവൻ്റെ DNA, ആ കർമ്മ അനുസരിച്ചിട്ടുള്ളത് ഫിൽട്ടർ അവിടെ നടക്കുന്നുണ്ട്. നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള സ്പേസ് മാത്രമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിൽട്ടർ ഉണ്ട് അവിടെ. നമ്മൾ എല്ലാത്തിനെയും അറിയുന്നില്ല, ആ പുറത്തെ ലോകത്തുള്ള എല്ലാത്തിനെയും കാണുന്നുമില്ല. നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലൂടെ ചിന്തകളായിട്ട്, ഇമോഷൻസായിട്ടൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ബോഡി, ഫിസിക്കൽ ഔട്ടർ, നമ്മളുടെ പുറത്താണ് ഈ ലോകമുള്ളത്. അപ്പോൾ ഈ ശരീരം എവിടെയൊക്കെ സഞ്ചരിക്കണം, എങ്ങനെയൊക്കെ ആരെയൊക്കെ കണ്ടുമുട്ടണം, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആ കർമ്മത്തിൻ്റെ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ സ്പേസിനുള്ളിൽ മാത്രമാണ്. മറ്റുള്ള വ്യക്തികൾ സഞ്ചരിക്കുന്ന അത്രയും ആ ഒരു സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മൾക്ക് പോകേണ്ടി പോലും വരില്ല. നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലത്തൊന്നും മറ്റുള്ള വ്യക്തികൾക്ക് വരേണ്ടിയും വരില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ മറ്റുള്ളവർക്ക് കാണേണ്ട പോലും വരില്ല. അപ്പോൾ നമ്മളുടെ സ്പേസ് നമ്മളുടെ ഫിൽട്ടറാണ്, നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ട് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം ഇത്രത്തോളം നമ്മളുടെ ചുറ്റും വ്യാപിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള സ്പേസിൽ മാത്രമാണ് നമുക്ക് സഞ്ചരിക്കാൻ അവകാശമുള്ളൂ. നമ്മളുടെ കർമ്മയ്ക്കനുസരിച്ചിട്ടുള്ള ആൾക്കാരെ ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, നമ്മൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ ഇടപഴകുന്നത്, നമ്മളുടെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ എല്ലാം തന്നെ. അതേപോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തികൾക്കും.
ഇത്രത്തോളം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എങ്കിലും അവരെ എല്ലാവരെയും നമ്മൾ കണ്ടുമുട്ടുന്നില്ല, കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അവരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് മനോന്മയ കോശം നിൽക്കുന്ന ആ ശരീരം നിൽക്കുന്നതിന് പുറത്താണ് മനസ്സുള്ളത്. അവിടെയുള്ള എല്ലാ ചിന്തകളും എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഫിസിക്കൽ യൂണിവേഴ്സിൽ എല്ലാം എങ്ങനെയാണോ സുതാര്യമായിട്ട് നിൽക്കുന്നത്, അതേപോലെ തന്നെയാണ് അവിടെ ചിന്തകളും ഇമാജിനേഷനും സങ്കല്പങ്ങളും എല്ലാം സുതാര്യമാണ്. എല്ലാ വ്യക്തികളുടെ ചിന്തകളും അവിടെ ഉണ്ടാവും, എല്ലാ വ്യക്തികളുടെ ഇമോഷൻസും അവിടെ ഉണ്ടാവും. എല്ലാം അവിടെ സുതാര്യമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ എല്ലാം നമ്മൾക്കറിയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളുടെ DNA ഫിൽറ്ററിന് അനുസരിച്ചിട്ടുള്ള ചിന്തകളും ഇമോഷൻസും മാത്രമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു അറിവ്, ബുദ്ധി, ലോജിക്കൽ സിസ്റ്റം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വസ്തുവിനെയോ വ്യക്തിയെയോ ഒക്കെ അനുഭവിക്കാൻ, അറിയാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു ചൈതന്യത്തെ, എസൻസിനെ, ആ പ്രസൻസിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. കണ്ടീഷണലായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഫോക്കസ്, ആ ഇൻഫർമേഷൻ മാത്രമാണ് നമ്മളിലേക്ക് എത്തുള്ളൂ. അവരുടെ ചൈതന്യം അവിടെ അപ്രത്യക്ഷമാകും. അപ്പം നമ്മളുടെ മനസ്സ് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ മനസ്സ് ശൂന്യമാണെങ്കിൽ അവരുടെ ചൈതന്യം അവിടെ ഉണ്ടാവും, അവരുടെ ഇൻഫർമേഷനും ഡേറ്റയും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ആ ചൈതന്യത്തെ പൂർണ്ണമായി നമുക്ക് അറിയാനും സാധിക്കും. ഒരു പൂവാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് അറിയാൻ സാധിക്കും. അത് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു ചെറിയ വസ്തു കണ്ടാൽ തന്നെ, ഒരു നിറം കണ്ടാൽ തന്നെ വളരെ കൗതുകം